ഇനിയിപ്പോൾ വരാനിരിക്കുന്ന ഇല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് മെയിനായിട്ട് ബാങ്ക് എക്സാമിൽ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയണം. എനിക്ക് മെയിൻസിൽ മാർക്ക് പറയുമ്പോൾ 40, 8, 9, 10 ആ റേഞ്ചിലൊക്കെ മാർക്ക് വരും. പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് എന്തൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നത് ഞാൻ അത്യാവശ്യം എനിക്ക് തോന്നുന്ന സർക്കിൾസ് മാത്രമേ ഞാൻ കയറി അറ്റൻഡ് ചെയ്യാറുള്ളൂ. ചിലർ പറഞ്ഞാൽ മാക്സിമം ആൾക്കാരെ കൊണ്ട് അത്ര പെട്ടെന്ന് ഒരു വർഷം അങ്ങനെ ക്ലിയർ ചെയ്തെടുക്കാൻ കുറേ പെട്ടെന്ന് പറ്റുന്ന ഒരു ഇതല്ല ബാങ്ക്. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയണം. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ശരിക്കും എക്സാംസ് പക്ഷെ നമ്മൾ അവിടെ പോയിട്ടൊരു ടെൻഷൻ നമ്മൾ എത്രത്തോളം നമ്മളെ തന്നെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ. ഹായ്, എൻ്റെ പേര് വിഷ്ണു. ഞാൻ വരുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നാണ്. ഇവിടെ കോഴിക്കോട് വരാന്ത റേസിലെ 2021 ജനുവരി ബാച്ച് സ്റ്റുഡൻ്റാണ്. എൻ്റെ വീട്ടിൽ ഞാനും അമ്മയും അച്ഛനും ഏട്ടനുമാണ് ഉള്ളത്. ഏട്ടൻ കാനറ ബാങ്കിലെ ഓഫീസറാണ്. ഞാൻ കഴിഞ്ഞ കൊല്ലത്തെ SBI ക്ലർക്ക്, അതുപോലെ തന്നെ കാനറ ബാങ്ക് ക്ലർക്ക്, കാനറ ബാങ്ക് PO, അതുപോലെ ഈ വർഷത്തെ RRB POയും RRB ക്ലർക്കും ക്ലിയർ ചെയ്തിട്ടുണ്ട്. മൊത്തം 5 എക്സാം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. 5 എക്സാം ശരിക്കും എനിക്ക് വലിയ എക്സൈറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എക്സൈറ്റ്മെന്റ് ഇല്ല ഒന്നാമത്. കാരണം ഓരോന്ന് ക്ലിയർ ചെയ്ത് വന്നു. ഓക്കെ, ആക്ച്വലി 2021 ഞാൻ ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് എക്സാം ക്ലിയർ ചെയ്ത് പോകണം. കുറെ കുട്ടികൾ എനിക്ക് ഇൻസ്പയർ ആയിട്ടുണ്ട്. 6 മാസം കൊണ്ട് ക്ലിയർ ചെയ്ത കുട്ടികളുണ്ട് വരാന്ത റേസിന്റെ ഹിസ്റ്ററിയിൽ. അതുപോലെ ക്ലിയർ ചെയ്ത കുട്ടികൾ കുറെ പേരുണ്ട്. അതിലേക്ക് വരുമ്പോൾ ശരിക്കും എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് 1 വർഷം കൊണ്ടൊക്കെ. പക്ഷെ അത് നടന്നില്ല. ശരിക്കും 1 വർഷം കൊണ്ട് എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്ന് നടന്നില്ല. പക്ഷെ ആ സമയത്ത് ഞാൻ തിങ്ക് ചെയ്ത് എന്താ വെച്ചാൽ എന്നെ കൊണ്ടൊരു മിനിമം 3-4 എക്സാം എങ്കിലും ക്ലിയർ ആണെന്ന് ഭയങ്കര വാശി ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും അത്രയും ദൂരത്ത് നിന്ന് ഇവിടേക്ക് ട്രാവൽ ചെയ്ത് വന്നിട്ട് നമുക്കൊരു സാറ്റിസ്ഫിക്കേഷൻ, വീട്ടുകാർക്ക് ഒരു സാറ്റിസ്ഫിക്കേഷൻ വേണമെന്നൊരു ആഗ്രഹം ഭയങ്കരമായിട്ട് എനിക്കുണ്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്തു പറഞ്ഞാൽ അന്ന് തീരുമാനിച്ചാണ് ഒരു മിനിമം 3 to 4 എക്സാംസ് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് അതിൽ സെലക്ട് ചെയ്തിട്ട് പോകുന്ന പോലെ ഒരു രീതിക്ക് ചിന്തിച്ചു പോയതാണ്. അതിനുശേഷം പിന്നീട് അങ്ങോട്ടേക്ക് ഞാൻ അതിനുള്ളൊരു പ്രിപ്പറേഷനും കാര്യങ്ങളിലേക്കും പോയി. ആ പ്രിപ്പറേഷനിൽ പറയുമ്പോൾ എനിക്ക് മെയിനായിട്ട് എനിക്ക് നെടുന്തൂണായിട്ട് എൻ്റെ ഒരു ബാക്ക് ബോണിൽ നിന്നത് ഇപ്പോൾ ട്രിവാൻഡ്രത്താണ് ഓൺലൈൻ ബാച്ച് സ്റ്റുഡൻസിന് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്ന ശ്രുതി മിസ്. മുപ്പത്തിയാണ് എനിക്ക് അത്രയും ഹെൽപ്പ് ചെയ്തത്, ബാക്ക് ബോണിൽ സപ്പോർട്ട് ചെയ്യുന്ന ഈച്ച് ആൻഡ് എവറി സ്റ്റേജ്. ഒരു മെയിൻസ് എക്സാം ആയിക്കോട്ടെ, എങ്ങനെ അറ്റൻഡ് ചെയ്യണം, ഏതൊരു പ്രഷർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് ഭയങ്കര രീതിയിൽ ഹെൽപ്പ് ചെയ്തത് ശ്രുതി മിസ്സാണ്. അതുപോലെ തന്നെ ഹോസ്റ്റലിലെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, പിന്നെ ഇവിടെ നിന്ന് പരിചയപ്പെട്ട കുറച്ച് പേരുണ്ട്. മഹേഷ് പറഞ്ഞ സാറുണ്ട്, സുമേഷ് സാറുണ്ട്, അങ്ങനത്തെ കുറച്ച് പേര്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഓരോരുത്തരുടെ പേരെടുത്ത് പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഒരാളുടെ പേര് ഒരു മിസ്സായി പോകുന്നൊരു പേടിയുണ്ട് എനിക്ക്. സോ അവർ കാരണം മാത്രം മീൻസ് ഈ ഒരു ചുറ്റുപാടും, പിന്നെ എൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ ഏട്ടൻ, എൻ്റെ അച്ഛൻ, അമ്മ, അവരുടെ മെയിനായിട്ട് അച്ഛൻ എൻ്റെ മേലെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അമ്മയ്ക്കും ഏട്ടൻ അങ്ങനെ വിശ്വാസം ഇല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എൻ്റെ മേലെ വിശ്വാസം ഉണ്ടായിരുന്നു. അതും കൂടെയൊക്കെ കാരണമാണ് ഞാൻ ഇന്ന് ഇത്ര എക്സാംസ് ക്ലിയർ ചെയ്ത് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നത്. 2021 ജനുവരിയിൽ ഇവിടെ എത്തി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓൺലൈനിൽ എല്ലാം ഏകദേശം കഴിഞ്ഞ് വരുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ശരിക്കും ഓൺലൈനിൽ ഏകദേശം ക്ലാസ്സസ് ഒക്കെ കിട്ടി, ഏകദേശം സെറ്റ് ആയിട്ടില്ല. അപ്പോഴാണ് ഈ എന്താ പറയുക ചെറിയ ചെറിയ ബേസിക് സർക്കിൾസ് കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ് ഞാൻ ശ്രുതി മിസ്സിനെ പരിചയപ്പെടുന്നത്. അങ്ങനെ മിസ് മിസ്സിനോട് എൻ്റെ മാർക്സും കാര്യങ്ങളെല്ലാം ഏകദേശം ഷെയർ ചെയ്യും, കാര്യങ്ങൾ അതൊക്കെ അങ്ങനെ പോയി. പിന്നെ ഇവിടെ എത്തിപ്പെട്ട ശേഷം പറയുമ്പോൾ ആകെ ഞാൻ റേസിൽ നിന്ന് യൂട്യൂബിൽ കണ്ട കുറച്ച് വീഡിയോസിൽ പറയുന്ന എല്ലാവരും 2 കാര്യങ്ങളാണ്. മെയിനായിട്ട് പ്രാക്ടീസും, രണ്ടാമത്തത് ലാബ് ഞാൻ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യുമോ അത്രത്തോളം ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. രാവിലെ 6 മണിക്കൊക്കെ വന്നാൽ ധീരുഭായി ആള് ഇപ്പം ഇല്ല, ആള് ഇവിടെ ഇല്ല. അപ്പോൾ ആള് രാവിലെ തുറന്നു തരും. അതേപോലെ തന്നെ രാത്രി ഏകദേശം 8, 9, 10 മണി വരെയൊക്കെ ഞാൻ ഇരുന്ന് കണ്ടിട്ടാണ് കുറേ പേര് ഇവിടെ രാത്രി എനിക്ക് തോന്നുന്നുണ്ട് ഏകദേശം പിള്ളേർ കൂടുതൽ ഇരിക്കുന്നത് കാണുന്നത്. ഞാനും ബെനറ്റോ പറയും, ഞാനൊക്കെ അധികം രാത്രി സ്റ്റേ ചെയ്ത് പഠിച്ചിട്ട് പോകുന്ന കൂട്ടത്തിലുള്ളതാണ്. ഞങ്ങളൊക്കെ ഇരുന്നപ്പോഴാണ് പിള്ളേർ ഏകദേശം ഒക്കെ ഇരുന്ന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത്. മെയിനായിട്ട് റേസ് എന്ന് പറയുമ്പോൾ ലാബാണ്. ഞാൻ മെയിനായിട്ട് യൂട്ടിലൈസ് ചെയ്ത ഫെസിലിറ്റീസ് പറയുമ്പോൾ ലാബ് ഫെസിലിറ്റി നല്ല രീതിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 24 hours എന്നും പറയാം. ആകെ രാത്രി ഉറങ്ങാൻ മാത്രമേ ഞാൻ അങ്ങനെ പോകാറുള്ളൂ. ബാക്കിയുള്ള സമയം മുഴുവൻ റേസിൽ നിന്നാണ്. പിന്നെ അതേപോലെ തന്നെ ചെറിയ ചെറിയ സർക്കിൾസ് ഞാൻ അത്യാവശ്യം എനിക്ക് തോന്നുന്ന സർക്കിൾസ് മാത്രമേ ഞാൻ കയറി അറ്റൻഡ് ചെയ്യാറുള്ളൂ. അങ്ങനത്തെ ഒരു ഇതുള്ള ഒരുത്തനാണ് ഞാൻ. സോ എനിക്ക് ആവശ്യമുള്ള സർക്കിൾസ് ഞാൻ കയറി പെർമിഷൻ ചോദിക്കും. ആരോടാണ് ചോദിക്കേണ്ടത് പറഞ്ഞാൽ നടത്തുന്നവരോട് ഞാൻ പെർമിഷൻ ചോദിക്കും. ഞാൻ കയറിക്കോട്ടെ, 2-3 സർക്കിൾ ഞാൻ ആവശ്യമുള്ളത് കയറും. അതിനുള്ള എനിക്ക് ഫ്രീഡം ഇവിടെ തന്നു. അതും വളരെ ഉപയോഗമായിരുന്നു. ഇപ്പോൾ ഏകദേശം 5 എക്സാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. എന്നെക്കൊണ്ട് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും വരുന്ന സ്റ്റുഡൻസിനോട് എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണെന്ന് പറയാൻ പറ്റും. മുമ്പ് നമ്മുടെ ഒരു ഇവിടുത്തെ മെൻഡർ തന്നെയാണ് അക്ഷര പറഞ്ഞ പോലെ ബാങ്ക് എക്സാം പറയുന്ന വലിയ റോക്കറ്റ് സയൻസ് പോലെ വലിയ ഇതൊന്നും അല്ല. പെട്ടെന്ന് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം ചിലരെ കൊണ്ട് പറ്റും. ചിലർ പറഞ്ഞാൽ മാക്സിമം ആൾക്കാരെ കൊണ്ട് അത്ര പെട്ടെന്ന് 1 വർഷം അങ്ങനെ ക്ലിയർ ചെയ്തെടുക്കാൻ കുറേ പെട്ടെന്ന് പറ്റുന്ന ഒരു ഇതല്ല ബാങ്ക്. കാരണം ഇപ്പോൾ അത്രത്തോളം കോമ്പറ്റീഷൻസ് നമുക്ക് ഇതിലേക്ക് വരുന്നുണ്ട്. മെയിനായിട്ട് ഇപ്പോൾ വരുന്ന സ്റ്റുഡൻസ്, അതുപോലെ മുമ്പും ഇപ്പോഴും എൻ്റെ
ഒപ്പം അല്ലെങ്കിൽ എൻ്റെ ശേഷം ഒരു വർഷം കഴിഞ്ഞ് 2022-2023 ഇരിക്കുന്ന സ്റ്റുഡൻസിനായിക്കോട്ടെ ഞാൻ കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്നല്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുകയാണ്. ഒരു മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു എക്സാം സെൻറ്ററിലേക്ക് പോകുമ്പോഴുള്ള ടെൻഷൻ, മെയിനായിട്ട് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം പറയുന്നത് ടെൻഷൻ. എക്സാം ഹോളിൽ പോയിട്ട് എങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യണം, അത് നമ്മൾ എന്താ റീസൺ എന്താണെന്ന് സോർട്ട് ഔട്ട് ചെയ്യണം. ശരിക്കും മോക്കിരുന്ന് ചെയ്യുന്ന പോലെ അല്ല നമുക്ക് എക്സാം ഹോളിലേക്ക് പോയി. ശരിക്കും പറഞ്ഞാൽ മോക്കിനേക്കാൾ ഈസി ആയിരിക്കും. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ശരിക്കും എക്സാംസ് ഈസിയാണ്. നമ്മൾ റിയൽ എക്സാം പോകുമ്പോൾ ശരിക്കും ഈസിയാണ്. പക്ഷെ നമ്മൾ അവിടെ പോയിട്ടൊരു ടെൻഷൻ, നമ്മൾ എത്രത്തോളം നമ്മളെ തന്നെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ അവിടെ പോയി ടെൻഷൻ ആയി കഴിഞ്ഞാൽ എല്ലാം കഴിയുന്നു. കാരണം അതാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ലൈഫ്. സോ അവിടെ പോയി നമ്മൾ എത്രത്തോളം നമ്മളെ മൈൻഡിനെ കൂളാക്കാൻ പറ്റുമോ അത്രത്തോളം സുഖമായിട്ട് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. ഏകദേശം 50% അവിടെ തന്നെ നമുക്ക് നമ്മുടെ വിജയം ഏകദേശം കരസ്ഥമാക്കാൻ പറ്റും. കാരണം ഞാൻ എല്ലാ എക്സാം പോകുമ്പോഴും ഞാൻ ഇപ്പോൾ പോലും എനിക്ക് റിഗ്രറ്റ് ഉണ്ട്. ഒരു എക്സാമിന്റെ മെയിൻസ് എക്സാം എനിക്ക് കയറണമെന്ന് ഞാൻ പേഴ്സണലി പറയാൻ ഭയങ്കര ആഗ്രഹമാണ്. എനിക്ക് മെയിൻസ് എക്സാം ഒന്ന് കയറി എഴുതണം എന്ന് ഇപ്പോഴും ആഗ്രഹമുണ്ട്. കാരണം എനിക്ക് ആ ഒരു ഇത് ഇപ്പോഴും ടച്ച് പോയിട്ടില്ല. ഒരു മെന്റാലിറ്റി എനിക്ക് ഇപ്പോഴും ഉണ്ട്. കാരണം അത്രയും നമ്മൾ കൂളായിട്ട് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഒരു ഏകദേശം ഒരു 70-80% കവർ ചെയ്തിട്ട് പോയി നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് സുഖമായി കിട്ടും. ആ ഒരു മെന്റാലിറ്റി കൂളായിട്ട് നമ്മൾ പോയിട്ട് എഴുതി കഴിഞ്ഞാൽ കിട്ടും. പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് എന്തൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നത് വ്യക്തമായിട്ട് നമ്മൾ നോളേജ് വേണം. മെയിനായിട്ട് ബാങ്ക് എക്സാമിൽ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുന്നത് ഇംഗ്ലീഷ് മെയിനായിട്ട് നമ്മൾ നോക്കണം. ഇംഗ്ലീഷ് നോക്കുക പറയുമ്പോൾ മെയിനായിട്ട് ഇംഗ്ലീഷ് ഡേ ബൈ ഡേ നമ്മൾ ഹിന്ദു ന്യൂസ് പേപ്പർ 1 to 2 hours വായിക്കുക. ഇതൊക്കെ നമ്മൾ മെയിനായിട്ട് ചെയ്താൽ ഷുവറായിട്ട് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഞാൻ 2 years ഇംഗ്ലീഷ് ഞാൻ ഫോളോ ചെയ്തിട്ടില്ല. കാരണം ഞാൻ ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും 2 വർഷം ഇംഗ്ലീഷ് ഞാൻ ഫോളോ ചെയ്തിട്ടില്ല. എനിക്ക് മെയിൻസിൽ മാർക്ക് പറയുമ്പോൾ 48, 9, 10 ആ റേഞ്ചിലൊക്കെ മാർക്ക് വരും. സോ ഞാൻ വളരെ വീക്കായിരുന്നു ഇംഗ്ലീഷ്. എനിക്ക് മാത്സും റീസണിങ് കൊണ്ട് മാത്രം അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതല്ല ബാങ്ക്. സോ ഞാൻ ഏകദേശം 1.5 വർഷം ഇംഗ്ലീഷിനോട് സ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ഏകദേശം ഇത്ര എക്സാംസ് ക്ലിയർ ചെയ്ത് എടുക്കാൻ പറ്റൊരു പാട്. അപ്പോൾ ഏകദേശം നമ്മൾ ഏതിലാണോ, ഇപ്പോൾ നമ്മൾ ധോണിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. മെയിനായിട്ട് നമുക്ക് ഒരു ഇൻ്റർവ്യൂർ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് അത്ര കൂളായിട്ട് നിങ്ങൾ ഈ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് മൂപ്പര് പറയുന്നത് നമ്മൾ ഈ റിസൾട്ടിന് നമ്മൾ ഫോക്കസ് ചെയ്താൽ, സീരിയസ്ലി ഞാൻ പറയാം, റിസൾട്ടിന് നമ്മൾ ഫോക്കസ് ചെയ്താൽ അത് നമുക്ക് പ്രഷറായിരിക്കും നമ്മുടെ തലയ്ക്ക് തരുന്നത്. നമ്മൾ എത്രത്തോളം എക്സാംസ് എങ്ങനെയൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും, എത്ര നമ്മളെ കൊണ്ട് ബെസ്റ്റ് കൊടുക്കാൻ പറ്റും. ഞാൻ എപ്പോഴും എക്സാം സെൻറ്ററിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിനോട് ആദ്യം നന്ദി പറയുന്നത് അവിടെ കൊണ്ടുപോയി എന്നെ ഇരുത്തിയതിന് വളരെ സന്തോഷം. അതിനുശേഷം എന്നെ കൊണ്ട് എത്രത്തോളം ബെസ്റ്റ് കൊടുക്കാൻ പറ്റും. ഞാൻ ലെഫ്റ്റിലിരിക്കുന്നതിനെ കുറിച്ചോ റൈറ്റിലിരിക്കുന്നതിനെ കുറിച്ചോ ചിന്തിച്ചിട്ടേ ഇല്ല. അവൻ എന്തെഴുതിയോ ഏതെഴുതിയോ അവൻ തലയിൽ കൈ വെച്ചിട്ടിരുന്നാലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ എൻ്റെ എത്രത്തോളം ബെസ്റ്റ് കൊടുക്കാൻ പറ്റുമോ, ആ എക്സാം ടഫായിക്കോട്ടെ, ആ ഷിഫ്റ്റ് ടഫായിക്കോട്ടെ, ഞാൻ എൻ്റെ എത്രത്തോളം ബെസ്റ്റ് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം കൊടുക്കും, കൂളായിട്ട് കൊടുക്കും. എനിക്കതിലൊരു മാറ്റം ഉണ്ടാകത്തില്ല. കിട്ടിയില്ലേ ഞാൻ എന്താണ് കാരണം ഞാൻ മാർക്ക് അനലൈസ് ചെയ്യും. അത് മറ്റുള്ളവരോട്, ചില ആൾക്കാർ കിട്ടിയ ആൾക്കാരോട് ഞാൻ കമ്പയർ ചെയ്ത് ചോദിക്കും എന്താ ചെയ്യേണ്ടത്, ഏതാ ചെയ്യേണ്ടത്. ഞാൻ എന്നെ തന്നെ ഞാൻ ഇമ്പ്രൂവ് ചെയ്യാനേ നോക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഞാൻ സ്റ്റുഡൻസിനോട് പറയുന്നത് എങ്ങനെയൊക്കെ നമ്മൾ എവിടെയാണോ കിട്ടാത്തത് അത് അത്യാവശ്യം ചെയ്യുന്ന ആൾക്കാരോട് സജഷൻ ചോദിക്കുക. എങ്ങനെയാണ് ഇപ്പോൾ ഇംഗ്ലീഷ് കിട്ടിയില്ലേ എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ ചെയ്യണം, മാത്സ് കിട്ടിയില്ലേ എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ ചെയ്യണം. പിന്നൊരു കാര്യം, പ്രാക്ടീസ്. അത്രത്തോളം ഹാർഡ് വർക്ക് വേണം. എന്നാലേ നമുക്കൊന്നാമത് ഈ ഒരു സ്റ്റേജിലുള്ള ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു കേരളത്തിൽ ക്ലിയർ ആണെങ്കിൽ അത്രയും ഹാർഡ് വർക്ക് വേണം. സോ ഇതൊക്കെ തന്നെയാണ് എനിക്ക് ഫ്യൂച്ചർ ആസ്പിറൻസിനോട് പറയാനുള്ളത്. ഇനിയിപ്പോൾ വരാനിരിക്കുന്ന ഇല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഇനി വരാനുള്ള എക്സാംസ് നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്യുക, നല്ല രീതിക്ക് എഫേർട്ട് ഇടുക. ചില സമയങ്ങളിൽ കിട്ടാതിരിക്കാം, ചില സമയങ്ങളിൽ ചിലർ കൂടെയുള്ളവർക്ക് കിട്ടിപ്പോകാം. പക്ഷെ അവിടെ ഒന്നും തളർന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാം പോകും. അതൊന്നും തളരാണ്ട് നമ്മളെ കൊണ്ട് പറ്റിക്കഴിഞ്ഞാൽ സുഖമാണ്. ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും സേഫാണ്. അപ്പോൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുക, നല്ല രീതിക്ക് പഠിക്കാൻ നോക്കുക. ഈ ഇപ്പോൾ വരുന്ന 2024-25 എക്സാം ആയിക്കോട്ടെ, എത്രത്തോളം നമ്മളെ കൊണ്ട് ഹാർഡ് എഫേർട്ട് ഇട്ടിട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യാം. എല്ലാവർക്കും എൻ്റെ ഓൾ ദ ബെസ്റ്റ്.